നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങനെ എന്തായാലും എനിക്ക് തലമുട്ടയടിക്കുന്നു. അതാണ് പറയാൻ വന്നത്. എന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ, തലമുടി മുട്ടയടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്താണെന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ തലമുടി മുട്ടയടിക്കും എന്ന് ഞാൻ പറഞ്ഞത് ഒറ്റ കാരണത്താലാണ്. അതായത് ഇയാളുടെ ഈ കോമാളിത്തരം, എനിക്ക് അത്യാവശ്യം പരിചയമുള്ള ഒരു മനുഷ്യനാണ് ഈ സരിൻ. വ്യക്തിപരമായി അടുപ്പമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടുപ്പുണ്ട്, വിളിക്കാറുണ്ട്. 2021 അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ ഒരുപാട് ബൂസ്റ്റ് ചെയ്ത ഒക്കെ നമ്മളായിരുന്നു. നല്ല ബന്ധം അദ്ദേഹമായിട്ട്, തരക്കേടില്ലാത്ത ബന്ധം അദ്ദേഹമായിട്ട് ഭാര്യമായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് പെട്ടെന്നുണ്ടായ നാടകീയമായ ഒരു പോക്ക് അതൊരു ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിവൻ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതും അങ്ങനെ തന്നെ ഞാൻ കാണുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഒരു നിലപാടിൻ്റെ പുറത്താണല്ലോ രാഷ്ട്രീയം സ്വീകരിക്കുന്നത്. ആ നിലപാടിൽ മാറ്റം വന്നാൽ നമുക്ക് മാറാം. ഇത്രയും മിന്നൽ വേഗത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മിന്നൽ വേഗത്തിൽ രാഷ്ട്രീയം മാറുകയും ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ച ഇന്നലെ നമ്മുടെ റാഷിദ് വന്നപ്പം നമ്മുടെ പ്രവചന റാഷിദ് വന്നപ്പോൾ ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം എന്തെങ്കിലും കാരണവശാൽ കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ, അതായത് അധികം കേരള രാഷ്ട്രീയമൊന്നും ഫോളോ ചെയ്യാൻ വയ്യാത്ത ഒരാൾ, എന്തെങ്കിലും മറ്റ് ആശുപത്രി കേസുകളോ അപ്പോൾ ഭാര്യയ്ക്ക് അസുഖം വന്നു ഒന്നും കാണാത്ത ഒരാൾ തിരിച്ചു വന്ന് പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ ആകെപ്പെടും ഞാൻ കേരളത്തിൽ തന്നെയാണോ? കാരണം സരിൻ CPM കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് CPM കാരനായിരിക്കുന്നു, സന്ദീപ് വാര്യർ BJP കുറ്റം പറഞ്ഞ് കോൺഗ്രസ്സുകാരനായിരിക്കുന്നു. ഇവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതൊക്കെയാണല്ലോ സംഭവിച്ചത്. ഇത്തരത്തിലുള്ള ഒരു ചാട്ടം സത്യത്തിൽ ശരിയല്ല. ശരിയല്ല. ഇത് നമ്മളെന്നും പണ്ട് നമ്മൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാരെ പറയുമായിരുന്നു ആയാറാം കയ്യാറാമെന്ന്. ഇത്രയും വേഗത്തിൽ അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറുക എന്നുള്ളത് ശരിയായ നടപടിയല്ല. അപ്പം അതുകൊണ്ട് സരിനോടുള്ള ഒരു എതിർപ്പുണ്ടായി. പിന്നെ ആ എതിർപ്പ് ശക്തമായത്, ഇപ്പം സന്ദീപിനോടുള്ളതിനേക്കാൾ എതിർപ്പ് നമുക്ക് സരിനോട് വരാൻ കാര്യം, സന്ദീപ് കുറച്ചുകൂടി അയാളുടെ മാറ്റത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുശേഷം അയാൾ പ്രസന്റ് ചെയ്തതിൻ്റെ അകത്ത് കുറച്ച് വിശ്വാസ്യതയുണ്ടായിരുന്നു. ഈ സരിൻ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും എന്തായാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓടുന്നു, വെപ്രാളപ്പെടുന്നു, വിരളി പിടിച്ചിങ്ങനെ ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ എന്തൊക്കെയോ പറയുന്നു. ഞാൻ ആ പോസ്റ്റ് ഇടാൻ കാരണം ഇയാൾ അവസാനം മീഡിയ വണ്ണിലാന്ന് തോന്നുന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ 23-ാം തീയതി ഞാൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്ന ഉടനെ ഞാൻ ഷാഫിയെ പോയി കാണും, അവിടുന്ന് മിനിറ്റ്സ് ഞാൻ എടുക്കും, എം.എൽ.എയുടെ മിനിറ്റ്സ്. അതിനുശേഷം ഞാൻ പ്രതിപക്ഷ നേതാവിനെ കാണാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെങ്കിൽ മിക്കവാറും രാജിവെച്ചിരിക്കും. ഈ പറയുന്ന വിഡ്ഢിത്തം കേട്ടപ്പോൾ ഉണ്ടായ പ്രകോപനമാണ് ഞാൻ പറഞ്ഞത് ഞാൻ തലമുട്ടയടിക്കാം എന്ന് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായി തലമുട്ടയടിക്കുന്ന വരത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഡോക്ടർ SS ലാൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അദ്ദേഹം പഴയ സുഹൃത്തുക്കളാണല്ലോ അവർ. അപ്പം പറയുന്നുണ്ട് ആ ടെലസ്കോപ്പ് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഇനി ഡോക്ടർ സരിന്റെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് ഗൾഫിൽ പോയി, അയാൾ ഇടയ്ക്ക് ഗൾഫിൽ പോയിരുന്നു. അതല്ല, ജോലിക്ക് പോയിരുന്നു. ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് തോറ്റപ്പം ഈ പുള്ളി പണി നിർത്തിയിട്ട് ഇടയ്ക്ക് ഗൾഫിൽ ജോലിക്ക് പോയത്, പിന്നെ തിരിച്ചു വന്നാ വൈഫ് പണി ഷാർജയിലോ മറ്റോ നിൽക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഏക വഴി അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇനി CPM-നൊന്നും കൊടുക്കാനില്ല. സാധാരണഗതിക്ക് ഇപ്പം നമ്മുടെ പ്രശാന്തൊക്കെ പോയപ്പോൾ പ്രശാന്തിനൊരു പ്രധാനപ്പെട്ട പദവി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചെയർമാനാക്കി, പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും പണികളുണ്ട്. അതെല്ലാം തീർന്നു. ഇനി CPM-ന് പ്രത്യേകിച്ച് പദവിയൊന്നും ബാക്കിയില്ല. വല്ല PSC-യിലോ വല്ലതും അംഗത്വം മിച്ചം വന്നാൽ എനിക്കൊന്ന് അത് ഈയിടെ ഫിൽ ചെയ്തെന്ന് തോന്നുന്നു. വല്ല PSC അംഗത്വമോ അങ്ങനെ എന്തെങ്കിലും വല്ല അംഗത്വം വന്നാലും എല്ലാം കൊടുക്കാമെന്നല്ലാതെ ഇനി കൊള്ളാവുന്ന ഒരു പദവി പോലും CPM-നില്ല. ഭരിക്കാൻ ഇനി കഷ്ടിച്ച് 1.5 കൊല്ലമുള്ളൂ. അപ്പം ഇയാൾക്കിനി CPM-കാർ സീറ്റ് കൊടുക്കുന്നൊരു ഉറപ്പില്ല. കാരണം ഈ വിഡ്ഢിവേഷം കണ്ടത് കാരണം ഇനി അവർ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല രാജേഷിൻ്റെ ആളായതുകൊണ്ട് ചിലപ്പോൾ ഒറ്റപ്പാലം ബലം കൊടുത്തെന്ന് വരാം. പക്ഷേ ഇയാൾ കൊടുത്താൽ കോൺഗ്രസ് രക്ഷപ്പെട്ടു, ആ സീറ്റ് പിടിച്ച് ജയിക്കാൻ പറ്റും. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ പത്രം വായിക്കും, TV കാണുകയൊക്കെ ചെയ്യുന്നവരാണ്. ഇതൊക്കെ അവർ കാണില്ലേ നേരിട്ട്? ഒരു ജനപ്രതി ആവേണ്ട ഒരാൾ ഇങ്ങനെ ഒപ്പളം കാണിക്കും, ബഹളം വയ്ക്കും, വേവലാതിപ്പെടുകയൊക്കെ ചെയ്യും. അതെ ഞാൻ പറഞ്ഞത്. രാധാകൃഷ്ണൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് 9,000-ത്തിലധികം ഭൂരിപക്ഷത്തിലായി കഴിഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ വന്നു. ഇനി ഓട്ടം കിടക്കുവാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് എങ്ങനെയെന്ന് അറിയും, 10,000 കിടക്കും, ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്. അയാൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ 20,000 പറഞ്ഞിട്ടില്ല. അപ്പം ഈ സരിൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഈ തോൽവി അതൊരു 1.5 തോൽവിയാണ്.
എന്ന് മാത്രമല്ല അയാൾക്ക് 815 വോട്ടാണ് കൂടുതലുള്ളത്. പലരും രാവിലെ പറഞ്ഞത് CP പ്രമോദിന്റെ വോട്ടിനെ അദ്ദേഹം കടന്നുപോയി, പക്ഷേ അവസാനമാണ് അറിയുന്നത് 815 വോട്ടേ ഉള്ളൂ. അപ്പോൾ CP പ്രമോദ് മത്സരിക്കുമ്പോൾ ഇത്രയും വോട്ട് പോളിംഗ് നടന്നിട്ടില്ല. മാത്രം അയാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ആളും കൂടെയാണ്. അല്ല, ഇത്രയും വോട്ട് പോളിംഗ് നടന്നിട്ടില്ല. 1 2 അപ്പോൾ ആരായിരുന്നു മത്സരിച്ചിരുന്നത്? ഈ ശ്രീധരനും ഷാഫി പറമ്പിലും ഏറ്റുമുട്ടുമാണ്. ഈ ശ്രീധരനും അല്ല CP പ്രമോദും ഈ ശ്രീധരനും പിന്നെ അദ്ദേഹം ഈ ഷാഫി പറമ്പിലും ശ്രീധരനും ഏറ്റുമുട്ടുമ്പോൾ എല്ലാവർക്കും അറിയാം CPM-നോട് പ്രസക്തിയില്ലെന്ന്. അത് രണ്ടായി ധ്രുവീകരിക്കപ്പെട്ട് BJP അനുകൂല വോട്ടുകളും, അതായത് മോദി അനുകൂല, BJP അനുകൂല, ശ്രീധരൻ അനുകൂല പ്രൊഫഷണലുകളുടെ ഒക്കെ വോട്ടുകൾ അങ്ങോട്ട് മാറി. അതിനെ മറികടക്കാൻ വേണ്ടി CPM-കാരുടെ ഒരു ഭാഗം പോലും, ഈ മൃദു CPM-കാർ പോലും ഷാഫിക്ക് വോട്ട് ചെയ്തു. ഈ CP പ്രമോദിനെ എനിക്കറിയാം, അദ്ദേഹം ഈ CPM-ന്റെ അഭിഭാഷകരുടെ സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. CPM-ലെ തന്നെ ഒരു വിഭാഗം പോലും ഷാഫിക്ക് വോട്ട് ചെയ്തു. കാരണം ശ്രീധരന്റെ വിജയം തടയാൻ. അത്ര ചൂടേറിയ മത്സരത്തിലാണ് CP പ്രമോദ് മത്സരിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ 815 വോട്ടൊന്നും ഈ വോട്ട് കൂടിയപ്പോൾ ഇതിന് ഏറ്റവും ദയനീയമായ, ഏറ്റവും നാണം കെട്ട CPM-ന്റെ തോൽവി എന്ന് പറയുന്നത് എനിക്കൊന്നും ഒരു പക്ഷേ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഇയാളെ നിർത്താമെന്ന് വിചാരിച്ചത്. CPM അങ്ങനെയാണ്. CPM-ന് കൃത്യമായിട്ട് അറിയാം, അവർക്ക് കൃത്യമായ ഇന്റലിജൻസ് സംവിധാനമുണ്ട്, അവർക്ക് സ്വന്തം കോടതി വരെ ഉണ്ടല്ലോ, കോടതിയും പോലീസുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പിണറായി പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു ഭൂരിപക്ഷം കിട്ടുമെന്ന്. അപ്പം ഇവർക്ക് അതുകൊണ്ടാണ് ഇവർ കൃഷ്ണദാസ് പറഞ്ഞാണ് മത്സരിക്കുന്നത്, പ്രമോദം പറഞ്ഞാണ് മത്സരിക്കുന്നത്. അല്ല, ഇത് ഇയാളെ ഈ ഡോക്ടറിൻ്റെ ഈ ബഹളം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. എൻ്റെ അച്ഛൻ CPM-ലായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു സഹകരണ സംഘത്തിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ഒരു തവണ തെരഞ്ഞെടുപ്പിന് എൻ്റെ ഒരു പഴയ സ്കൂളിൽ എൻ്റെ ഒരു സഹപാഠി വരുന്ന ഒരാൾ ഇതേപോലെ പെട്ടെന്ന് കോൺഗ്രസ് ചെയ്യായിരുന്നു, ഒരു സ്ഥാനാർത്ഥിയാവുന്നു, സഹകരണ സംഘത്തിൽ മത്സരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ വീട്ടിൽ വരെയാണ്, ക്ഷമാപണം നടത്താനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് മനസ്സിലായി, എന്തിന് ക്ഷമാപണം നടത്തണം, കുഴപ്പമില്ല, എൻ്റെ മോൻ്റെ സുഹൃത്തല്ലേ, അതുകൊണ്ടല്ല തോപ്പിക്കൊന്നുകൊണ്ടുള്ള ഒരു ഞങ്ങൾ തോപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് വളരെ അടുത്ത സുഹൃത്തുക്കൾ എപ്പോഴും വരുമായിരുന്നില്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി, എനിക്ക് വിഷമമൊന്നുമില്ല, വയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം അവിടെ CPM-ന്റെ കുത്തകയാണ് ആ സഹകരണ സംഘം. ഒരിക്കലും ഇയാൾക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ പറ്റിയതാണ്. അപ്പോൾ അയാൾക്ക് സംഭവിച്ചതിൻ്റെ വേറൊരു പതിപ്പാണെന്ന് തോന്നുന്നു. അല്ല, ഇയാള് വാസ്തവത്തിൽ ഈ നമ്മുടെ സരിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമയാണ്. ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നമ്മളെ കാത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഉമ്മൻചാണ്ടി കണ്ടു പഠിക്കേണ്ടി, ഇവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ മനുഷ്യന് ഈ ക്ഷമയില്ലായ്മ കൊണ്ട് ഇയാൾ എത്തപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു ഗർത്തത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയാൾ ഒറ്റപ്പാലത്ത് മത്സരിച്ച് അതിന് 10,000 വോട്ടിനാണ് തോക്കുന്നത്. അത് പിണറായി തരംഗം ഉള്ളപ്പോഴാണ് 10,000 വോട്ട്, മോശമല്ല. അയാൾ ഒറ്റപ്പാലത്ത് തുടർന്നിരുന്നെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റപ്പാലയ്ക്ക് ജയിക്കാം. അവിടെ നിന്ന് പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ ഈ 1.5 കൊല്ലം കൂടി MLA ആകാൻ വേണ്ടിയിട്ടുള്ള ആ വെപ്രാളത്തിലുള്ള ഓട്ടമാണ്. ആ ഓട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. അത് 8 നിലയിൽ പൊട്ടിപ്പോയി എന്ന് മാത്രമല്ല, ഇയാൾക്കിനി രാഷ്ട്രീയ ഭാവി CPM-ഏ തീരുവാ. CPM-ന് ഇനി ഒരു ഭാവിയില്ല. ഈ സാഹചര്യത്തിൽ ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി. ഈ അറിയാവുന്ന പണി വല്ലതും ചെയ്ത് ഡോക്ടർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. സിവിൽ സർവീസ് വെറുതെ സിവിൽ സർവീസ് ഡോക്ടർ KS മനോജ് ഉണ്ടല്ലോ, BM സുധീരനെ പണ്ട് പരാജയപ്പെട്ടു, അദ്ദേഹം വീണ്ടും ഡോക്ടറായി അദ്ദേഹം സർവീസ് തുടരുന്നുണ്ട്. അതെ. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ച് ഡോക്ടറാവാം. അദ്ദേഹം ഡോക്ടർ എന്ന് വന്നിട്ട് തിരിച്ച് ഡോക്ടറായി പോയി. ഇവൻ നമ്മുടെ തൃക്കാക്കരയിൽ ഡോക്ടർ വന്നല്ലോ, തിരിച്ചങ്ങ് പോയി. പക്ഷെ ഇയാൾ സിവിൽ സർവീസ് വിട്ടിട്ട് മന്ത്രിയാൻ വന്നതാണ്. മറ്റൊരു ഭാഗ്യപരീക്ഷണത്തിന് വന്നതാണ്. അവർ ഡോക്ടറാണ്. ഇവിടെ ഇടക്കാലത്തൊന്നും നടന്നില്ല, തിരിച്ചുപോയി. അതുകൊണ്ട് നഷ്ടമില്ല, ഇച്ചിരി കാശ് പോകും, ചില്ലറ പോകും. ഇപ്പം മറ്റേ 2 കോടി രൂപ നഷ്ടം വന്നു ഈ തൃക്കാക്കരയിലെ ഡോക്ടർ അനുസരിച്ച് ഡോക്ടർ 2 കോടി രൂപ. അതെ, 2 കോടി രൂപയ്ക്ക് കയ്യിൽ പോയി. സാധാരണഗതിയിൽ ഇടതുപക്ഷമാണെങ്കിൽ സാറിന് അങ്ങനെ സമ്മതിക്കില്ല. പാർട്ടി സ്ഥാനാർത്ഥിയല്ല, അതാണ് പറ്റിയത്. ഒന്നും കിട്ടുന്നില്ല. ഈ സരിൻ്റെയും കുറെ കാശ് പോയിട്ടാണ്. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഈ സരിൻ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പറയും. ഈ വെരുക പോലെ നടന്നിട്ട് പ്രയോജനമില്ലായിരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഭാവിയിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ CPM ചാടാൻ നിൽക്കുന്ന മറ്റു പാർട്ടി നേതാക്കൾ പഠിക്കുന്നത്. അതേസമയം സന്ദീപ് വാര്യരുടെ പോക്കിനെ പേഴ്സണലി അയാൾക്ക് നേട്ടമാണ്. കോൺഗ്രസിനൊരു ഗുണം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഗുണം ഉണ്ടായില്ലെന്ന് തന്നെ വിശദീകരിക്കും. പക്ഷെ അയാൾക്കും ഗുണമാണ്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അവർ അക്കോമഡേറ്റ് ചെയ്യും അയാളെ. കാരണം പാലക്കാട് അവർക്കൊരു സവർണ ഫേസ് ആവശ്യമുണ്ട്. പാലക്കാട് തൃശ്ശൂർ ഭാഗത്തൊരു സവർണ ഫേസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് അയാളെ അവർ പതിയെ സംസാരിക്കാൻ പ്രസന്റ് ചെയ്യാനൊക്കെ അറിയാം. അതുകൊണ്ട് അയാളെ അക്കോമഡേറ്റ് ചെയ്യും. പിന്നെ അയാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇപ്പം ഇന്ന് അയാൾ വെറുപ്പ് മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കതാണ് തോന്നി. കാരണം ഇത്രയും കാലം അയാളിത് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ബാധിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അയാൾ ഈ
അങ്ങേറ്റത്തെ ഈ മറ്റേ എന്താ പറയണത്, ഈ സൂപ്പർലേറ്റീവുകൾ ഉപയോഗിക്കുക, ഭയങ്കര പിന്നെ കടല്, ആന, എനിക്ക് ഭയങ്കര സാമാന്യ ബുദ്ധിയുള്ള ആരും അത് അംഗീകരിക്കും. ഞാൻ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പം അയാൾ ഈ കോൺഗ്രസിലേക്ക് ചേർന്ന ശേഷം പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അയാളെ ഏറ്റവും ഒടുവിൽ സംസാരിക്കുന്ന അയാൾ പത്രസമ്മേളനം നടത്തുന്നത് രാവിലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല. എനിക്കെന്തോ മറ്റെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പോയതൊന്നും കുഴപ്പമില്ല, അയാൾ അടിക്കുന്ന ഡയലോഗുകൾ എനിക്ക് പിടിക്കുന്നില്ല. പോകുന്ന കുഴപ്പം അത് അയാളുടെ ഇഷ്ടമാണ്, അതാണ് എനിക്ക് പിടിക്കുന്നത്. നമ്മൾ തള്ളി പറയുമ്പോഴേ അതിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ പാലക്കാട് നമ്മൾ സരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കുമ്പോൾ ഇനി നമ്മൾ രണ്ടാമത് പറയേണ്ടത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം. ഇവിടെ നമ്മൾ ആദ്യം പോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോൺഗ്രസ്സിൽ എന്തെല്ലാം ഭിന്നതകളുണ്ടെങ്കിലും അവർ വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത്. ഉറപ്പാണ്, അത് അക്കാര്യത്തിൽ പണ്ട് പോലെ എങ്ങനെയാണ് വിജയസാധ്യത ഒരു പ്രധാന ഘടകം തന്നെയാണ് കോൺഗ്രസ്. അപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ സ്ഥാനാർത്ഥിയാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചു. ഒരുപക്ഷെ മണ്ഡലം ആരംഭിച്ച മുതലുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. അതെ, ഏറ്റവും വലിയ ഭൂരിപക്ഷം ഷാഫിക്ക് പോലും പറ്റിയിട്ട് 17 ചില്ലറ ആയിട്ടുള്ളൂ, 17 സംതിങ് ആയിട്ടുള്ളൂ, 18 40. അപ്പം ഷാഫി പറമ്പിലിൻ്റെ സെലക്ഷനാണ്, വി ഡി സതീശിൻ്റെ ഇലക്ടറൽ മാനേജ്മെൻറ്റാണ്, രണ്ടും വിജയിച്ചു. പിന്നെ ചില ഭിന്നതകളൊക്കെ എല്ലായിടത്തും ഉള്ളതുണ്ട്, സ്വാഭാവികം കോൺഗ്രസിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ ഒരു ഉദയം കൂടിയാണ്. പിണറായി വിജയൻ അയാളെ ജയിലിൽ അടച്ച് അയാളുടെ പകരം വിട്ട് സൈബർ ഗുണ്ടകൾ അയാളുടെ പിന്നാലെ നടന്ന്. അല്ല, മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, അത് ഈ രാഹുൽ ഒരു അസറ്റ് ആയിരിക്കും ഈ കോൺഗ്രസ്. മാത്യു കുഴനാടനെ പോലെ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്ന് പ്രസന്റ് ചെയ്യണ കാര്യം. ഞാൻ ഒരേ ഒരു രാഷ്ട്രീയ നേതാവിനെ ജയിലിൽ പോയി കണ്ടിട്ടുള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്. അയാൾ ജയിലിലായപ്പോൾ ഞാൻ പോയി കണ്ടു. കാരണം ഇയാൾ തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അസറ്റായിരിക്കും, ഷാഫി പറമ്പലിനെ പോലെ. മാത്രമല്ല കോൺഗ്രസിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ഇങ്ങനെ സജീവമായ രംഗത്ത് ഒരു രണ്ടാം നിര വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് ശരിക്കും, കൊള്ളിനാടൻ്റെ ഒരു എല്ലാവരും ഉണ്ട്, വിഷ്ണു, അതങ്ങനെ എത്രയോ പേരുണ്ട്. കോൺഗ്രസ് പതിയെ ശക്തി പ്രാപിക്കുകയാണ്. CPM ക്ഷയിക്കുമ്പോൾ കോൺഗ്രസ് ശക്തി പ്രാപിക്കും. ഈ കോൺഗ്രസ് CPM സംബന്ധിച്ച് ഈ രണ്ടാം നിര നേതാക്കന്മാർ മുഴുവൻ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ സംഭവിച്ച ബ്ലണ്ടറുകളെല്ലാം ഈ രണ്ടാം നിര നേതാക്കന്മാരായിരിക്കും ഓർഗനൈസ് ചെയ്തത്. MP രാജേഷാണ് ഈ വൃത്തികേട്. അതാണ്. ഇത് മാത്രമല്ല ഈ CPM ഈ സരിനെ ഓപ്പറേറ്റ് ചെയ്തൊക്കെ രാജേഷിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് മുഴുവൻ ഈ നികേഷ് കുമാറിന്റെ ബുദ്ധിയാണ്. ഇന്നലെ നികേഷ് കുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, വെൽ ഡൺ ടീം. അതായത് സോഷ്യൽ മീഡിയ ടീമിനെയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നതും നിയന്ത്രിച്ചിരുന്നതും ഒക്കെ അദ്ദേഹമായിരുന്നു, നികേഷായിരുന്നു. ഈ നികേഷിൻ്റെ സ്ട്രാറ്റജിയുടെ ഫെയിലിയറൂടാണിത്. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉദയമാണ് ഇനി വരാൻ പോകുന്നത്. പണ്ട് ഞാൻ ഓർക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, നല്ല കാലത്ത് വിഷ്ണുനാഥ് ഇങ്ങനെ തിളങ്ങി നിന്നിരുന്നുണ്ട്. അയാൾക്ക് എന്തൊക്കെയോ പാളിച്ച പറ്റിയൊക്കെ പോയായിരുന്നു, പക്ഷേ വീണ്ടും അയാൾ തിരിച്ചു കയറി വരുന്നുണ്ട്. ആ ഒരു ശ്രേണിയിൽപ്പെട്ട മിടുക്കനായ നേതാവാണ്. അപ്പം അന്ന് ഞാൻ കരുതിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായിട്ട് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വിഷ്ണുനാഥ് ആവുന്നതാണ്. പക്ഷേ വിഷ്ണുവിന് പിന്നെ എന്തൊക്കെയോ ഒരു പുറകോട്ട് പോക്ക് പോയിരുന്നു. പക്ഷെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഫില്ല് ചെയ്ത് വന്നിരിക്കുകയാണ്. എന്തായാലും രാഹുലിൻ്റെ കാലം വന്നിരിക്കുക. നമ്മൾ പണ്ട് കോൺഗ്രസിൽ ഈ മുതിർന്നവരെ മാത്രം ഈ സ്ഥാനാർത്ഥികളും പദവിയും കൊടുക്കുന്നത് മാറിയിട്ട് 1970 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് AK ആൻ്റണി, ഉമ്മൻചാണ്ടി, KC ഷൺമുഖദാസ്, കൊട്ര ഗോപാലകൃഷ്ണൻ തുടങ്ങി നീണ്ടൊരു നേരം ചെറുപ്പക്കാരാണെന്ന് സ്ഥാനാർത്ഥിയാക്കി 70. ഇത്ര ഗംഭീരമായ അല്ല പിൽക്കാലത്ത് വലിയ നേതാക്കന്മാരില്ല. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ ഇവരങ്ങനെ കുറേ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നില്ല 2021. അത് ക്ലിക്കായില്ലെങ്കിലും പക്ഷെ അവരൊക്കെ ഈ വർഷം ക്ലിക്കാവും, 2026 ക്ലിക്കാവും. മാത്രമല്ല പിന്നെ നമ്മുടെ CR മഹേഷ് ഭംഗിയായി വിജയിച്ച് വന്നില്ലേ? അല്ല, കുറേ പേരുണ്ട്, വരും 26. അപ്പം രാഹുലിൻ്റെ ഉദയമാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. BJPയുടെ പരാജയം അതിദയനീയമായ പരാജയമാണ്. കാരണം നമ്മളൊരു കാര്യം ആലോചിക്കണം, BJPക്ക് 2021 അനുകൂലമായ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരുന്നത്. 2021 സാക്ഷാൽ ഷാഫി പറമ്പലിനോടാണ് ഏറ്റുമുട്ടിയത്. ശ്രീധരനാണെങ്കിൽ പോലും ഷാഫി പറമ്പൽ എന്ന് പറഞ്ഞൊരു എന്തോ ചീഫ് മിനിസ്റ്റർ അസറ്റാണ്, ഒരു ചീഫ് മിനിസ്റ്റർ മെറ്റീരിയലാണ്, അത്ര മിടുക്കനാണ് ഷാഫി പറമ്പൽ. അത് മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എന്തോ ഒരു വലിയ പെർഫോമൻസാണ് കാണിച്ചത്. എല്ലായിടത്തും അവർക്ക് ഭയങ്കര പെർഫോമൻസ് ആണ്. ലീഡ് ചെയ്യാൻ പറ്റി. തൃശ്ശൂർ സീറ്റും കിട്ടിയില്ലേ? തൃശ്ശൂർ സീറ്റ് കിട്ടി, ആലപ്പുഴയിലെ ആലത്തൂര് എല്ലായിടത്തും അവർക്ക് ഒരുപാട് വോട്ട് കിട്ടാൻ പറ്റി. അപ്പോൾ അങ്ങനെ വലിയൊരു മുൻതൂക്കം നേടിയ BJP ഈ 4000 വോട്ടിന് ഡിഫറൻസ് അവർക്ക് മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല 18000 വോട്ടിലേക്ക് പോയി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും BJPയുടെ പരാജയമാണ്. എനിക്ക് തോന്നുന്നു ഇത് പാഠം ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാരണങ്ങളായിരുന്നു BJPക്ക് എതിരായി നിന്നിരുന്നത്. നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഒന്ന്, സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള BJPയിലെ ഇപ്പോഴത്തെ ഗ്രൂപ്പ് വൈരം നല്ല പ്രവർത്തകരൊക്കെ അകറ്റി നിർത്തുന്നു. നമ്മളതിലൊരാളാണ് സന്ദീപ് വാര്യർ. ഒരുപാട് നേതാക്കളെ അകറ്റി നിർത്തുന്നു.
അടുപ്പിക്കുന്നില്ല, ചർച്ചയെ പങ്കെടുപ്പിക്കാതിരിക്കുക. അപ്പം ഇതിനോടുള്ള ഒരു മോഡറേറ്റ് BJP-ക്കാരുടെ എതിർപ്പുണ്ടായിരുന്നു. ഈ കാവിപ്പട പോലുള്ള ഗ്രൂപ്പുകളൊക്കെ ഈ എതിർപ്പുള്ളവരായിരുന്നു. ഈ ഒരു വിഷയം പെട്ടെന്ന് സന്ദീപ് വാര്യർ പോയതോടെ പരിഹരിക്കപ്പെട്ടു. എല്ലാവരും യൂണിഫിക്കേഷൻ സംഭവിച്ചു. മാത്രമല്ല സന്ദീപ് വാര്യർ അല്ല ശരി, സുരേന്ദ്രൻ ശരി എന്ന് പറഞ്ഞു. അതേസമയം രണ്ടാമത്തെ വിഷയം പരിഹരിക്കപ്പെട്ടില്ല. അതായത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പാലക്കാട്ടെ സകല സംവിധാനങ്ങളെയും വിഴുങ്ങുന്ന കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ്. ഈ മിനിമോൾ എന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ് പാലക്കാട് BJP-യുടെ കംപ്ലീറ്റ് നിയന്ത്രണം ഏറ്റെടുത്തതും അവിടെയുള്ള ഭിന്നതയുടെ കാരണം. ഇവരോടുള്ള പ്രശ്നം കൊണ്ട് മൂത്താൻ സമുദായം ഭിന്നിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ അക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ക്ഷീര സൊസൈറ്റി തൊട്ട് വലിയ തദ്ദേശ ഭരണ സ്ഥാപനം വരെ മത്സരിക്കണമെങ്കിൽ ഭാര്യ ഭർത്താവേ ഉള്ളൂ ആണ്. ഇത് മാത്രമല്ല അവരുടെ ഒരു അധീശത്വത്തിനെതിരെയുള്ള വലിയൊരു ചെറുത്തുനിൽപ്പ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ ഈ ശിവരാജനടക്കമുള്ള നേതാക്കൾ അതൃപ്തരായിരുന്നു. കൗൺസിലർമാർ ഭൂരിപക്ഷം വരും അതൃപ്തരായിരുന്നു. കുറേ പേര് ഇങ്ങോട്ട് പാർട്ടി വിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ പോലും ആലോചന നടന്നിരുന്നു. പക്ഷേ അത് നടന്നില്ല. അവരെല്ലാം നിശബ്ദമായി തന്നെ പണി കൊടുത്തു. കാരണം ഇവർക്ക് ഈ കൃഷ്ണകുമാർ ജയിക്കുക എന്ന് പറയുന്ന സാഹചര്യം ആലോചിക്കാൻ പോലും ആത്മഹത്യാപരമാണ് രാഷ്ട്രീയ നിലനിൽപ്പിന്. അപ്പം ഈ ഒരു സത്യം തിരിച്ചറിയാതാണ് വാസ്തവത്തിൽ BJP ഇങ്ങനൊരു തീരുമാനം. ഞാൻ കോൺഗ്രസ് ചെയ്തതുപോലെ BJP ഇപ്പോൾ ഒരു നിലപാടെടുക്കുകയും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരുന്നെങ്കിൽ സ്ഥിതി മാറിയേനെ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സ്ഥിതി മാറിയേനെ. അപ്പം ഇനിയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് ചലനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സുരേന്ദ്രൻ, കാരണം ഈ സുരേന്ദ്രൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിൻ്റെ പേരിൽ കയ്യടി നേടിയിട്ട് ക്രെഡിറ്റ് എടുത്തിട്ട് നിൽക്കുമായിരുന്നു. സുരേന്ദ്രൻ ഏറെ വൈകാതെ ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ തന്നെ സുരേന്ദ്രൻ്റെ തല തെറിച്ചേക്കാം. അങ്ങനെ സുരേന്ദ്രനെ മാറ്റി ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നാൽ, അവർക്ക് കുറച്ച് വിഭാഗീയതയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ കൊണ്ടുവന്നാൽ അവർ വലിയൊരു ക്രൗഡ് പുള്ളറാണ്. BJP-യിൽ ഒരു അഴിച്ചുപണിയാണ്. മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ മാത്രം കൊണ്ടൊരു കാര്യമില്ല. പറഞ്ഞ വിശ്വാസമുള്ള PC ജോർജിൻ്റെ മകൻ PC ജോർജിനെ പോലെയുള്ള വളരെ സമൂഹ മാധ്യമങ്ങളാണെങ്കിലും ചാനൽസിന് എല്ലാം തിളങ്ങി എത്രയോ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ പ്രധാനപ്പെട്ടതാണ് എന്നതിന് തെളിവാണ് ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിജയം. അദ്ദേഹത്തിൻ്റെ ബേസ് സാമൂഹ്യ മാധ്യമവും ചാനൽ ചർച്ചയുമാണ്. അപ്പം ഇവർ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ അല്ല, അറിയത്തില്ല. അപ്പം ജനങ്ങളെ സ്വാധീനിക്കാൻ ഏറ്റവും വലുതായിട്ട് കഴിയുന്നത് പണ്ട് പ്രസംഗം ഉണ്ടായിരുന്ന പോലെ കഴിയുന്നുണ്ട്. പണ്ട് പ്രസംഗം കേൾക്കാൻ നമ്മൾ ആരെല്ലാം പോകുമായിരുന്നു. ഇപ്പം പീതാംബരക്കുറുപ്പ്, അതുപോലെ കണയാവൂർ രാമേന്ദ്രൻ, സൈക്കിളും വണ്ടി എടുത്ത് പോയി പ്രസംഗം കേൾക്കുമായിരുന്നു. അതില്ല. അത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനമാണ്. അപ്പം അതുകൊണ്ട് BJP-യിൽ ഇപ്പോൾ ഒരു അവസരമാണ് അഴിച്ചു പോണത്. ഓർക്കണം, മുനമ്പം പോലൊരു വിഷയം ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത്രയും വലിയൊരു കത്ത് നിൽക്കുന്ന ഒരു ഇഷ്യൂ. അപ്പം അങ്ങനെയാണ് ഒരു BJP-യിൽ ഒരു മാറ്റത്തിന് കാരണമാകുമെന്നാണ് എൻ്റെ ഒരു. മാത്രമല്ല ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് BJP ദേശീയ തലത്തിൽ വലിയൊരു നേട്ടം ഉണ്ടായ ദിവസം കേരളത്തിൽ കിട്ടുമായിരുന്നൊരു സാധനം കൊണ്ട് കളഞ്ഞു എന്നുള്ളിടത്തും കൂടെ ഉണ്ട്. അതൊരു വല്ലാത്ത വിജയമായി പോയിരുന്നല്ലോ. മഹാരാഷ്ട്രയിൽ 288 നിയമസഭാ സീറ്റുകളിൽ 230 ആ സഖ്യത്തിന് കിട്ടി. ആണോ? അത്രയായി. മറ്റുള്ളവർക്ക് 54 ഉള്ളൂ. അപ്പം BJP-ക്കാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഭരിക്കാന്നുള്ള അവസ്ഥ അവിടെ ഉണ്ട് ഇപ്പോഴും. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ബിസിനസ് ക്യാപിറ്റലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജനങ്ങൾ, മഹാരാഷ്ട്രയിലെ ജനങ്ങൾ, അത് BJP-യുടെ ചില സ്ട്രാറ്റജി കറക്റ്റാണ്. ഉദാഹരണത്തിന് ഒഡീഷയിൽ ഇതാണ് സംഭവിച്ചത്. ഒഡീഷയിൽ അവർ ബിജു ജനതാദളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ബിജു ജനതാദളിനേക്കാൾ ശക്തി BJP-ക്കാണ് എന്ന്. ഇവരെ കീഴിൽ തന്നെ കഴിയേണ്ടി വരും. സത്യം മനസ്സിലായി. അവർ ബാർഗെയിൻ ചെയ്തപ്പം അവർ വിചാരിച്ചു ഞങ്ങളാണ് വലിയൊന്ന് ഓർത്ത് ഒരൊറ്റയ്ക്ക് മത്സരിച്ചു. ഒടുവിൽ അവർക്ക് ബിജു ജനതാദൾ പോയി, BJP കിട്ടി. ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ ശിവസേനയും BJP-യും ഒരുമിച്ച് വന്നപ്പോൾ പൂർണ്ണ ശക്തിയായിരുന്നു. പക്ഷേ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദവിയോടുള്ള മോഹം വന്നപ്പോഴുണ്ടായ തർക്കമാണ്. ശിവസേന മറുഭാഗത്തേക്ക് പോയി. പക്ഷെ ഒരിക്കലും ശിവസേനയും കോൺഗ്രസും ഒരുമിച്ച് പോകുന്ന പാർട്ടികളല്ല. അത് അന്ന് ഒരുമിച്ച് ചേർന്ന് വലിയ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം തന്നെയായിരുന്നു. ആശയപരമായി ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഈ ശിവസേന എന്ന് പറയുന്നത് BJP-യേക്കാൾ തീവ്ര ഹിന്ദുത്വമുള്ള, മാത്രമല്ല ആ സംസ്ഥാനത്ത് അന്യസംസ്ഥാനക്കാർ സംസ്ഥാനം വിട്ടുപോകണമെന്ന് പറഞ്ഞ ആവശ്യമാണ് പ്രസ്ഥാനമാണ്. ഈ ബാബറി മസ്ജിദ് തകർക്കാൻ മുൻകൈ എടുത്തത് BJP അല്ല, ശിവസേനയാണ്. ആളിനേക്കാൻ നന്നേ പറഞ്ഞില്ല, ബാലതാക്കറെ അയച്ചിരുന്നതാണ്. അപ്പോൾ ഈ ശിവസേനയും ഈ വൈരുദ്ധ്യത്തിന്റെ കൂട്ടായ്മയ്ക്ക് അധികകാലം ആയുസില്ല എന്നതിന് തെളിവാണ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടായി. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അതിനകത്ത് ഭാഗ്യം അവരാകട്ടോ. ഈ പറയുന്ന ശിവസേനയിലെ അണികൾ മുഴുവൻ തന്നെ ശിവസേന പാർട്ടിയിലാണ്. പക്ഷേ ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിയിലല്ല. പക്ഷേ BJP-യോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട് ഏക്നാഥ് ഷിൻഡെക്ക് സീറ്റ് കിട്ടി അതെല്ലാം ജയിക്കാൻ പറ്റും. ബാലതാക്കറുടെ മോൻ ഇപ്പം സംഗതി പ്രസക്തി ഇല്ലാത്ത അവസ്ഥയിലുമായി. അതെ. അതുപോലെ തന്നെ
മറ്റേ പുള്ളി കള്ളനാ. ശരത് പവാറിന്റെ മറ്റേ പുള്ളി കള്ളനാ, അജിത് പവാർ. 10,000 കോടിയുടെ ഇടപാടിൽ അത് 10,000 ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ അജിത് പവാറാണ്. ഈ അജിത് പവാറിനെ BJP കൂടെ ചേർത്തത് അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇത്തവണ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അജിത് പവാറിനെ ഒതുക്കാൻ പറ്റും. കാരണം അജിത് പവാർ ഇല്ലെങ്കിലും ഷിൻഡെയുടെ പാർട്ടിക്കും BJPക്കും ഭരിക്കാം. ഇഷ്ടം പോലെ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത് വളരെ വിചിത്രമായ സംഗതിയായിരിക്കും. താക്കറേക്ക് രാഷ്ട്രീയം നിർത്തേണ്ടി വരും. ഇതൊക്കെ അച്ഛൻ്റെ ബാൽ താക്കറെ അല്ല, മോൻ താക്കറെ നമ്മൾ വിചാരിച്ചാൽ. അതുകൊണ്ട് താക്കറേക്ക് രാഷ്ട്രീയം നിർത്തേണ്ടി വരും. മിക്കവാറും താക്കറെ മറ്റേ ഷിൻഡെയുടെ പാർട്ടിയിലേക്ക് ലയിച്ച് BJP സഖ്യത്തിന്റെ ഭാഗമായി മുമ്പോട്ട് പോകും. ഇവർക്കൊന്നും അധികാരം ജീവിക്കാനും ബുദ്ധിമുട്ട് അങ്ങനെ വരും. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ശിവസേന മൊത്തം ഉണ്ടെങ്കിൽ ഇപ്പോൾ BJPക്ക് ഈ മറ്റേ NCPയുടെ ആവശ്യമില്ല, അജിത് പവാറിൻ്റെ ആവശ്യമില്ല. അജിത് പവാർ ഒരു കുഴപ്പക്കാരനാണ്. ശരത് പവാർ വയ്യാതായി, അത്ര പ്രായമായി, അതിന് വയ്യ, ആ പാർട്ടി ഇല്ലാതായി തീരും. അതിന്റെ മകള് അച്ഛനെ പോലെ ശക്തി ഒരാളൊന്നും. അപ്പോൾ മഹാരാഷ്ട്ര സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ അജിത് പവാറിൻ്റെ പാർട്ടി അല്ല ശരത് പവാറിൻ്റെ പാർട്ടി ഇല്ലാതായി തീരും. NCPയും ശരത് പവാറിൻ്റെ പാർട്ടികളും ഒന്നായിട്ട് പ്രതിപക്ഷമായിട്ട് കോൺഗ്രസുമായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ടി വരും. BJP ഇന്ന് പതിയെ അവർ ചവിട്ടി പുറത്താക്കാൻ സാധ്യതയുണ്ട്. താക്കറെ ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടി ചേർന്ന് BJP സഖ്യമായി പഴയതുപോലെ അല്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഉണ്ടായ തകർച്ചയാണ്. വസുന്ധര പട്ടേൽ, YB ചവാൻ, AR ആന്തുലെ എത്ര പ്രഗത്ഭന്മാർ നയിച്ച കോൺഗ്രസ്സാണ് മഹാരാഷ്ട്രയിൽ. ആദ്യം ദയനീയമല്ലേ ഈ 54 സീറ്റ് എന്ന് പറയുമ്പോൾ. രമേശ് ചെന്നിത്തലയാണ് ഇത്തവണ അവിടെ സീറ്റ് നിശ്ചയിക്കാനൊക്കെ പുറത്ത് കണ്ടില്ല. പിന്നെ പുറത്തുനിന്ന് പുള്ളി പ്രതികരിച്ചിട്ടില്ല. ഇത് ചോദിക്കുമെന്ന് വിചാരിച്ചായിരിക്കും. അതുപോലെ നമ്മളിത് പറയുമ്പം ജാർഖണ്ഡ് പറയാം. ജാർഖണ്ഡിൽ കൃത്യമായ മുന്നേറ്റമാണ്. അത് അവർ പേടിക്കേണ്ടതില്ല. കാരണം ഈ ഏതാണ്ട് ഭൂരിപക്ഷം കഴിഞ്ഞു NDAക്ക്. അതുകൊണ്ട് ഈ മറ്റേ വോട്ടിംഗ് മെഷീൻ രക്ഷപ്പെട്ടു. ഒരിടത്ത് കോൺഗ്രസും ഒരിടത്ത് BJP ആണല്ലോ. അത് മാത്രമല്ല, ഇന്ന് വേറെ തമാശകളുണ്ടല്ലോ. ഇപ്പം പാലക്കാട് എന്തുകൊണ്ട് രാഹുൽ ജയിച്ചു എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഈ CPM മറുപടി ഉണ്ടില്ലേ, അത് വർഗീയ ശക്തികളെ കൂട്ടിപ്പിടിച്ചു എന്നാണ്. അപ്പോൾ അവർ ജയിച്ചാൽ കുഴപ്പമില്ല, അത് ക്ലീനാണ്. അത് ഇപ്പുറത്ത് ചേലക്കര ജയിച്ചാൽ അത് ഞങ്ങളെ കഴിവുകൊണ്ട് ജയിച്ച്. ചേലക്കരയുടെ കാര്യത്തിൽ എനിക്ക് കടുത്ത നിരാശയുണ്ട്. ചേലക്കരയിൽ രമ്യ ഹരിദാസിൻ്റെ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. കാര്യം വലിയ തോതിൽ CPMന്റെ ഭൂരിപക്ഷം കുറച്ചു. 39,000 പോലും രമ്യയുടെ തോൽവി നിരാശയാണ്. അപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുണ്ട്, മറുനാടൻ വിരുദ്ധരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ചർച്ചയിൽ ഏഷ്യാനെറ്റ് ചർച്ച പോലും അവരതെടുത്തിട്ടു. അവർ പറയുന്നത് ക്രിസംഗി യൂട്യൂബറുമായിട്ടുള്ള ബന്ധമാണ് ഇതിൻ്റെ ഘടകം. പക്ഷെ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ പറഞ്ഞ രമ്യ ഹരിദാസിനോടുള്ളതിനേക്കാൾ അടുപ്പം എനിക്ക് കോൺഗ്രസിലെ പല നേതാക്കളോടുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ജയിലിൽ പോയി കണ്ടതാണ്. ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ വളരെ വളരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ എത്രയോ തവണ രാഹുൽ മാങ്കൂട്ടം വിളിച്ചു. രമ്യ ഹരിദാസിനെ ഞാൻ ഒരു തവണയെ വിളിച്ചുള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു 10 തവണയിലും വിളിച്ചു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മളോടുള്ള ഒരു അടുപ്പമുണ്ട്. എന്നെ സംബന്ധിച്ചോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനിയനെ പോലെ ഞാൻ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്നോട് ചേട്ടനെ പോലെ കരുതുന്നത്. അതുപോലെ ഈ പറയുന്ന കോൺഗ്രസ്സിലെ ഇവർ പറയുന്നുണ്ടല്ലോ എന്നോടുള്ള ബന്ധം കൊണ്ടാണ്. അങ്ങനെ സുധാകരനെ, സതീശനെ, ശശി തരൂറെ, അതായത് കോൺഗ്രസ്സിൽ 3 നേതാക്കൾ മാത്രമേ മറുനാടൻ വിരുദ്ധരുള്ളൂ. 3 പേര്. ഒന്ന് K മുരളീധരനാണ്. 2 മുരളീധരൻ തന്നെ പിന്നീട് കണ്ടപ്പോൾ നമ്മളന്നൊരിക്കൽ മുരളീധരൻ എന്ന വടകരക്കാരനായതുകൊണ്ട് അടിച്ചതാണ്. പ്രതാപനാണ് മറുനാടനോട് ആത്മാർത്ഥമായി വിരോധമുള്ള ഒരാൾ. പിന്നെ റിജിൽ മോക്കറ്റി എന്നൊരു കക്ഷിയുണ്ട്. പുള്ളി സംഘപരിവാർ വിരുദ്ധത തലയിൽ കയറിയിട്ട് ഈ കണ്ണൂരിൽ. ബാക്കി കോൺഗ്രസ്സുകാർക്കും നമ്മളോട് താല്പര്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ TN പ്രതാപന് സീറ്റ് പോലും കിട്ടിയില്ല. K മുരളീധരൻ തോറ്റുപോയി. ഇനി CPMനെ ഞാൻ ശക്തമായി എതിർക്കുന്നുണ്ട്. ആകെപ്പാടെ CPMനെ ജയിച്ച രാധാകൃഷ്ണൻ മാത്രമാണ്. ഞാൻ ആ രാധാകൃഷ്ണനെ അനുകൂലിക്കുന്ന ആളാണ്. ഇവർ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാത്ത കാര്യത്തിൽ രാധാകൃഷ്ണൻ ഞാൻ അനുകൂലിക്കുന്നത്. ഇവരെല്ലാ കാര്യം പെരിഫറലായി കാണുന്നവരാണ്. ഇത് പുറം മോടി മാത്രമേ ഉള്ളിലോട്ട് നോക്കൂ. രമ്യ ഹരിദാസിൻ്റെ തോൽവി തീർച്ചയായും അതൊരു തിരിച്ചടി തന്നെയാണ്. ഈ ആഹ്ലാദം പൂർത്തിയാകാതിരിക്കുന്നതിന് കാരണം പലതാണ്. ഒന്ന്, രാധാകൃഷ്ണൻ അവിടെ ചേലക്കരയിലുള്ള സ്വാധീനം നിർണായകമാണ്. ആ സ്വാധീനം രാധാകൃഷ്ണൻ അവിടെ പ്രവർത്തിച്ചുകൊണ്ട് ആ സ്വാധീനം ഉണ്ട്. പ്രദീപനും അത്യാവശ്യം ഒരു തവണ MLA ആയിരുന്ന ആളാണ്. പൊതുവെ അങ്ങനെ ആരോപണങ്ങളൊന്നും വന്നിട്ടുള്ള ആളൊന്നുമല്ല. വളരെ സൗമ്യനായി ഇപ്പോൾ തന്നെ സംസാരിക്കുന്നതിന് വളരെ മാന്യമായിട്ടാണ്. അതുകൊണ്ട് പ്രദീപിൻ്റെ സ്ഥാനമുണ്ട്. പിന്നെ ഈ ഒരു ബന്ധം തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്നും അല്ലാതെ CPMന്റെ ഗുണമൊന്നും അല്ല. രാധാകൃഷ്ണൻ തന്നെ ഫാക്ടർ തന്നെയാണ്. പിന്നെ രമ്യക്കെതിരെ ഒരുപാട് നെഗറ്റീവ് പ്രചരണങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ നടത്തി. സകല കോൺഗ്രസ്സുകാരും രമ്യ വിരുദ്ധരാണ്. അക്കാര്യം രമ്യയോട് കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. കുറച്ച് പാർട്ടിക്കാരെ പണക്കാതിരിക്കാൻ കുറച്ച് ശ്രദ്ധിക്കുന്നു. പക്ഷെ രമ്യയുടെ മുമ്പിൽ ഇനിയുള്ള ഏക വഴി എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക,
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ച് പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ പ്രശാന്ത് നമ്മുടെ വട്ടിയൂർക്കാവ് MLA ആയതുപോലെ പോയി അയാളങ്ങ് പ്രദീപ് ഷൈൻ ചെയ്ത് പോയ പ്രയാസമാണ്. പ്രശാന്ത് കഷ്ടി കയറിയിട്ടേ ഭാഗ്യവാനായ ഒരു രാഷ്ട്രീയക്കാരനാണ് പുള്ളി. പിന്നെ അതൊക്കെ അതെല്ലാവരും നന്നായി ഇടപഴയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഭംഗിയായി പോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണ്. എനിക്ക് വിഷമം തോന്നിയ മറ്റൊരു കാര്യം, നമ്മളെ അടുത്ത സുഹൃത്താണ് VP സജീന്ദ്രൻ. അദ്ദേഹം 3 മാസം മുമ്പ് അവിടെ ചെന്ന് താമസിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. എന്തായാലും ഭാഗ്യമില്ല. പിന്നെ അവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 2 കാര്യം കൂടി പറയണം നമ്മൾ ചേലക്കരയുടെ പറയുമ്പോൾ. ഒന്ന്, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിയുടെ അസാധാരണമായ മുൻതൂക്കം. ഇന്ന് അദ്ദേഹത്തിൻ്റെ വോട്ട് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത്. 33,000 വോട്ട് കിട്ടി. 33,000 വോട്ട് ചേലക്കര പോലൊരു മണ്ഡലത്തിൽ അയാൾ അയാൾ എത്ര മാന്യനും മിടുക്കനുമായിരിക്കണം അവിടെ. അല്ല, വളരെ ജനകീയനാണ്, ആയ നേതാവാണെന്നാണ് പിന്നെ അന്വേഷണം. ഈ തെരഞ്ഞെടുപ്പിൽ സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ്. കാരണം ആരും വേണ്ടതുപോലെ അദ്ദേഹത്തെ ഗവനിച്ചില്ല. ഇത് പ്രോസസ് സരസം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഏതൊരാളും കൂടെ നിർത്തിയെന്നാണ് നമ്മളൊക്കെ കരുതിയത്. ഗംഭീര സ്ഥാനാർത്ഥിയാണ്. BJP വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ, നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കാം എന്നുള്ളതിന് തെളിവാണ് ഈ ബാലകൃഷ്ണന്റെ വിജയം. ജയത്തിൻ്റെ അടുത്തെത്തിയില്ലേ? 20,000 വോട്ടിന് വ്യത്യാസമല്ലേ ഉള്ളൂ. BJP പോലൊരു പാർട്ടിക്ക് അവിടെ അത്രയും വലിയ ചേലക്കര പോലെ ഇത്രയും ഇടതുപക്ഷത്തിന് ശക്തമായ ബേസ് ഉള്ള ഒരു സ്ഥലം അസാധാരണമായ നേട്ടമാണ്. ഇനി അൻവറിന്റെ തേച്ചൊട്ടിക്കൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതിനാണ്. 4,000 വോട്ട് തയ്ക്കാൻ പറ്റി. 3,920 കിട്ടി. സുധീർ അവിടുത്തെ കോൺഗ്രസ്സുകാരനാണ്, അവിടെ സ്വാധീനമുള്ള ആളാണ്. ഇത് മാത്രമല്ല, SDPIക്ക് എത്ര വോട്ട് അവിടെ ഉണ്ട്. SDP പരസ്യമായി പിന്തുണച്ചിരുന്നു. SDP ആ ചേലക്കരയിൽ പിന്തുണച്ചിരുന്നത് അപ്പോൾ SDPIക്ക് കിട്ടുന്ന വോട്ട് പോലും കിട്ടിയില്ല. അതായത് SDPIക്കാർ പോലും വോട്ട് ചെയ്തില്ല. അത്ര ദയനീയമായി. അൻവറിൻ്റെ അഹങ്കാരത്തിനുള്ള ഒന്നാന്തരം മറുപടിയാണ്. അപ്പം തന്നെ രസമാണ്. അൻവർ പാലക്കാട് സ്ഥാനാർത്ഥി എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് പിന്തുണ പിൻവലിക്കുമെന്നൊക്കെ പറഞ്ഞു. അവർ ഗവനിച്ചേയില്ല. മറ്റേ കോൺഗ്രസ് സതീശൻ പറഞ്ഞു നിന്റെ സീറ്റ് വേണ്ട, 18,000-ലധികം വോട്ടിന് ഭൂരിപക്ഷം പാലക്കാട്. അതായത് ഈ PV അൻവർ എന്ന് പറയുന്ന ആൾ യാതൊരു ചലനവും ഉണ്ടാക്കാത്ത ഒരു പടുവിഡ്ഢിയാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി അയാൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. അയാളിപ്പം LDF UDFിൻ്റെ ഘടകകക്ഷിയാകാണ്ട് നീക്കം നടത്തിയ 8 നിലയിൽ പൊളിഞ്ഞു. ഇനി VD സതീശൻ്റെ അപ്പർ ഹാൻഡ് വന്നും കഴിഞ്ഞു. അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അതിനൊരു സാധ്യതയും കാണുന്നില്ല. നമ്മൾ വയനാട് കൊണ്ടുവന്ന് പരാമർശിക്കണം. വയനാടിൻ്റെ അകത്ത് ഞാൻ പ്രതീക്ഷിച്ചതിലധികം വോട്ട് പ്രിയങ്ക ഗാന്ധി. 4 ലക്ഷം കഴിഞ്ഞു. 4 ലക്ഷം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കിട്ടിയതിനേക്കാൾ അല്പം കൂടെ കിട്ടിയിട്ടുണ്ട്. 3,60,000 40,000 ഭൂരിപക്ഷമുണ്ട്. 40,000 നല്ല ഭൂരിപക്ഷം. മാത്രമല്ല വയനാട് പോളിംഗ് കുറവായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് സമയത്തുള്ളതിനേക്കാൾ പോളിംഗ് കുറവ്. നമ്മളെല്ലാം കരുതിയിരുന്നത് മൊത്തത്തിൽ ഭൂരിപക്ഷം കുറയുമെന്നാണ്. അപ്പോൾ പോളിംഗ് കുറവായിട്ടും ഈ 4 ലക്ഷം നേടിയെന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണ് തന്നെയാണ്. അതുകൊണ്ട് നവ്യ ഹരിദാസ് ഉദ്ദേശിച്ചത്തരം സീറ്റ് നാഷണൽ മീഡിയ അത് വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ ഇത്രയും വോട്ടിനെ ജയിച്ചത് വലിയ നേട്ടമാണ്. ഇത് മാത്രമല്ല, ഇതൊരു സൂചനയാണ്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യമുള്ളൊരു സൂചനയാണ്. അതായത് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിലും പ്രിയങ്ക ഗാന്ധി തെക്കേ ഇന്ത്യയിലും ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അവർക്ക് രണ്ടുപേരെയും ആ ഒരു സൂചന. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കാൻ പോകുന്ന പ്രിയങ്ക, രാഹുൽ അല്ല. രാഹുൽ അവിടെ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്. രാഹുൽ മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഇവിടെ നിൽക്കുക. അങ്ങനെ വടക്കും തെക്കും ഈ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും സാന്നിധ്യത്തോടെ ആയിരിക്കും മുമ്പോട്ട്. അത് നല്ലതാണ്. കാരണം അതല്ലാതെ ജയിച്ചു കഴിഞ്ഞിട്ട് അടുത്ത തവണ നോർത്ത് ഇന്ത്യ പോയി ജയിക്കുമ്പോൾ ഇവിടെ വിടുന്ന പരിപാടി സൗത്ത് ഇന്ത്യയിൽ പലപ്പോഴും കൈവിടുന്ന ഒരു ശീലം നേരത്തെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ട്. അതുണ്ടാവും. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥിരം മണ്ഡലമായി ഇവിടെ ഉണ്ടാവും. മാത്രമല്ല ഇത് CPMന് വലിയൊരു ഭീഷണിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി CPMനെ നോക്കുകയോ വേണ്ട. പ്രിയങ്കയോ രാഹുലോ ഇവിടെ മത്സരിക്കുന്ന രാഷ്ട്രീയമുണ്ടെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഏതാണ്ട് 30% മുസ്ലിം വോട്ടർമാരുണ്ട് ഈ നാട്ടിൽ. ഈ 30% വരുന്ന മുസ്ലിം വോട്ടർമാർ കടുത്ത മോദി BJP വിരുദ്ധരാണ്. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മോദി വിരുദ്ധമാണ്. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സിനാണ്. ആ വോട്ട് ചെയ്യുന്ന അവരുടെ ഏറ്റവും വലിയ നേതാക്കളിൽ 2 പേരാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ കേരളത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം വോട്ട് 99.9% പോകുന്നത് UDFനായിരിക്കും. എനിക്കിതിലൊരു വിഷമം തോന്നുന്ന ഒരു കാര്യം, പാവം സത്യമൊകേരിയെ പോലെ ഒരു മുതിർന്ന നേതാവിനെ പിടിച്ചിങ്ങനെ കൊണ്ട് നിർത്തി കൊടുക്കണം. പക്ഷേ എന്നാ ചെയ്യുന്നത്? വേറെ ആരും നിർത്തണ്ടേ? ആരെങ്കിലും സീറ്റ് വേണ്ടേ?
ഇതിന് പ്രശ്നം ഒരാളെ നിർത്തണ്ടേ? അതാണ്. എന്നാലും അദ്ദേഹത്തെ പോലെ 2 തവണ MLA ആയിരുന്നു, വളരെ മുതിർന്ന നല്ല പ്രഗത്ഭരായ ഒരു പക്വതയായ ഒരാൾ നേതാവിനെ കൊണ്ടുവന്ന് തോക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിൽ ഇത്തരത്തിൽ നിർത്തുക എന്ന് പറയുന്നത്. അല്ല, അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അവസാനിപ്പിക്കട്ടെ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM-നും LDF-നും ഇനി ചിന്തിക്കുകയേ വേണ്ട. ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഴുവൻ എന്ത് രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിലും ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് ആയിരിക്കും. ഒരുപക്ഷെ CPM-നേക്കാൾ കൂടുതൽ സീറ്റ് BJP വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. BJP ബുദ്ധിപരമായി നീങ്ങിയാൽ അവർക്ക് 3-4 സീറ്റ് നേടാം. നിലപാട് മാറ്റിയാൽ മതി. ഇപ്പോഴത്തെ നിലപാട് ചെറിയ മാറ്റം വന്നാൽ അവർക്ക് തൃശ്ശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ അവർക്ക് നേടാൻ കഴിയും. അപ്പം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ CPM അപ്രസക്തമാവുകയും CPM-നേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടുന്ന സാഹചര്യം. കാരണം പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുന്നതോടെ 15 മുതൽ 17 വരെ സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉറപ്പിക്കുകയാണ്. ഇപ്പോഴങ്ങനെ ഒരു ഒറ്റ സീറ്റിലേ പോയുള്ളൂ. അത് ഇനി CPM-ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇനി CPM ഇവിടെ സീറ്റ് നേടാം എന്ന് കരുതണ്ട. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധി ഉള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലുള്ള, അല്ലെങ്കിൽ BJP-യും കോൺഗ്രസ് തമ്മിലുള്ള ഏറ്റുമുട്ടലാവും. ഈ ഏറ്റുമുട്ടലിൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിന് പോകും. ഒരുപക്ഷെ കൃത്യമായി ഇടപെട്ടാൽ കുറച്ച് സീറ്റ് നേടാൻ BJP കഴിഞ്ഞത് CPM അപ്രസക്തമാകും. അതുതന്നെയാണ് പാലക്കാടും സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യും കോൺഗ്രസും ഏറ്റുമുട്ടിയപ്പോൾ CPM അപ്രസക്തമായി. ഇതേ സംഭവമാണ് ഇനി പലയിടത്തും. തൃശ്ശൂരിൽ ഇതാണ് സംഭവിച്ചത്. തൃശ്ശൂരിലല്ല, തൃശ്ശൂരിൽ രണ്ടാമത് അവർ. അപ്പം എന്തായാലും ചേലക്കര കൂടി ജയിച്ചിരുന്നെങ്കിൽ, ഒരു 1000 വോട്ടിനെങ്കിലും ചേലക്കര കൂടി രമ്യ ഹരിദാസ് ജയിച്ചിരുന്നെങ്കിൽ CPM-ന് അടപ്പൂരിയാനും CPM-ന് പിടിച്ചു നിൽക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയും. മുഖ്യമന്ത്രി മിക്കവാറും ഇനി പ്രതികരിക്കുന്നത് അങ്ങനെ ആയിരിക്കാം, ഞങ്ങളുടെ സീറ്റ് നിലനിർത്തി, മറ്റത് BJP അന്തർധാര എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJP-ക്ക് ജനപിന്തുണയുണ്ടെങ്കിലും നേതൃത്വത്തിൻ്റെ കുഴപ്പം കൊണ്ട് അത് ഗുണപ്രദമാക്കാൻ അവർക്ക് കഴിയും. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ ആർക്കും താല്പര്യം, ജയിക്കുന്ന സ്ഥാനാർത്ഥി നിർത്താൻ താല്പര്യമില്ല. നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തി ജനഹിതം അനുകൂലമാക്കാൻ താല്പര്യം. ഇതാണ് BJP-യുടെ ഭാഗത്തെ ഒരു വീഴ്ച തിരിച്ചറിയുന്നു. കോൺഗ്രസ് എന്തെല്ലാം ഭിന്നതകളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പാകുമ്പോൾ ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ ഒരുമിച്ച് നിൽക്കുന്നു. യുവനേതാക്കൾ അല്ല, അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് യുവനേതാക്കൾ വരുന്നത് ഇഷ്ടം പോലെ. അടുത്ത തെരഞ്ഞെടുപ്പിനും കൂടുതൽ യുവനേതാക്കളെ കളത്തിൽ ഇറക്കിയാലുണ്ടല്ലോ അത് വലിയ സാധ്യത തന്നെ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെ അധികാരത്തിൽ വരും. അതിൽ ഒരുപക്ഷെ ഈ നേതാക്കന്മാർ തമ്മിലുള്ള മത്സരത്തിൽ സതീശന് മുൻതൂക്കം കിട്ടി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഉപതെരഞ്ഞെടുപ്പ്. എന്തായാലും വളരെ രസകരമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഇത്രയും സംഭവബഹുലമായൊരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല. വിജയിച്ച 3 സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. നന്ദി.